ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രമാണ് ഇതിന്റെ പിന്നിലെന്ന് കല്യാണിക്ക് മനസ്സിലാവാണ്. കല്യാണി സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുമ്പോഴേക്കും പോലീസുകാർ ശരണ്യയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വിക്രത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും പ്രകാശം ചോദിക്കേണ്ട സാർ എന്താ കാര്യം ചോദിക്കുമ്പോഴേ അതെ ശരിക്കും പറഞ്ഞാൽ ഇവനല്ല നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട രീതിയിൽ മക്കളെ വളർത്തിയ നിങ്ങളാണ് ആദ്യം പിടിച്ച് ജയിലിടേണ്ടത്. സാർ എന്താ കാര്യം എന്ന് പറ. എപ്പോഴെപ്പോഴും സാർ എന്തിനാ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ മോനെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടാ. ഇന്നലെ രാത്രി ആൽബി അതുപോലെ തന്നെ സോണി കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോയിട്ട് ആൽബിയുടെ തല അടിച്ചു പൊട്ടിച്ച് ഗോൾഡായിട്ട് കവർന്നവനായവൻ അത് എൻ്റെ മോനൊന്നും ആയിരിക്കില്ല എന്ന് പറയുകയാണ് പ്രകാശൻ. നിന്റെ മോനാണെന്നുള്ള തെളിവുണ്ട്, CCTV അടക്കം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൈയടയാളം നിന്റെ മോൻ്റെ തന്നെയാടാ എന്ന് പ്രകാശൻ ആകെ നെട്ടുവാട്ടോ. അതിനുശേഷം പോലീസുകാർ പ്രകാശിന്റെ മുഖം അടിച്ച് പൊട്ടിക്കുവാണ്. ഇത് നിനക്കിരിക്കട്ടെ, ഒരു മോനെ എങ്ങനെയൊക്കെ വളർത്താവോ അങ്ങനെയൊക്കെ വളർത്താൻ പാടില്ലെന്ന് സമൂഹത്തിനെ പഠിപ്പിച്ചത് തന്നത് നീയാണ്. അത് ഈ അടി നിനക്ക് അർഹതപ്പെട്ടതാടാന്ന് പറഞ്ഞിട്ട് പ്രകാശിന്റെ മുഖം അടിച്ചു പൊട്ടിക്കാണ്. അങ്ങനെ ശരണ്യ പറയുന്നുണ്ട്, സർ എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറയാണ്. അതെന്താ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ അതിവനെ ആദ്യം ജയിലിൽ പോട്ടെ സർ, എൻ്റെ പരാതി ഞാനൊരു വെള്ള പേപ്പർ എഴുതിയിട്ട് കോടതിയിലും അതുപോലെ തന്നെ സാറിനെയും അറിയിക്കാം എന്ന് പറയാണ്. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ പോലീസുകാർ ജയിലിലേക്ക് പിടിച്ചിടുവാണ് വിക്രത്തിനെ. അതിനുശേഷം ആൽബിക്കെതിരെ അതായത് തല അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിക്രത്തിനെ കേസ് എടുക്കുന്നുണ്ട്. അതിന് പുറമെ ശരണ്യയും കൂടി ഒരു കേസ് കൊടുക്കുവാണ്. തന്റെ ഭർത്താവിന്റെ തലയും ഇതുപോലെ അടിച്ചു പൊട്ടിച്ച് സ്വർണം കവർന്നതാണ് വിക്രം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കേസും കൂടി ആവുമ്പോഴേക്കും വിക്രം ശരിക്കും പറഞ്ഞാൽ കുടുങ്ങി പോകുവാട്ടോ. കല്യാണി പറയുന്നുണ്ട്, വക്കീലിനെ ആരെയും വെക്കണ്ട, ഇതെനിക്ക് തന്നെ വാദിക്കണം. ഇവൻ ചെയ്ത ഓരോരോ കാര്യങ്ങൾ ചെറുപ്പം തൊട്ട് ഇവൻ എന്തൊക്കെ കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് തന്നെ ഈ കേസ് വാദിക്കണം എന്ന് പറഞ്ഞിട്ട് കല്യാണി തന്നെ വിക്രത്തിനെതിരെ കോടതിയിൽ പോയിട്ട് വാദിക്കുകയും അതുപോലെ തന്നെ വിക്രത്തിന് മാക്സിമം ശിക്ഷ എന്താണോ ആ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.